ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജു സാംസൺ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ വളരെ മോശം ക്യാപ്റ്റൻസിയാണ് ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗില്ലിനെയും അതുപോലെ ആശിഷ് നെഹ്റയെയുമാണ്. ഗില്ലും നടത്തിയ ബോളിംഗ് ചേഞ്ചുകളൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ നെഹ്റയാവട്ടെ, സഞ്ജു സാംസന്റെ ഒരു വിക്കറ്റിന് പിന്നിൽ നെഹ്റയുടെ ഒരു വലിയ തന്ത്രം. കാരണം ടൈമിംഗ് ഔട്ടിന് ശേഷം നമ്മുടെ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് ഓവർ കൊടുക്കുന്നു. പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് ഈ ഒരു ലെങ്ത്തിൽ ബോൾ ഇടൂ, അതിനനുസരിച്ച് അദ്ദേഹം ബോൾ ഇട്ടു, സഞ്ജുവിന്റെ വിക്കറ്റ് സ്വന്തമാക്കുന്നു. പിന്നെ ടോസിന്റെ സമയത്ത് തന്നെ സഞ്ജുവിന്റെ ഭാഗത്ത് നിന്നും പാളിപ്പോയി. ടോസ് ലഭിച്ച് ശരിക്ക് ബാറ്റിംഗ് ആയിരുന്നു രാജസ്ഥാൻ റോയൽസ് എടുക്കേണ്ടത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞു, ബാറ്റിംഗ് ആയിരുന്നു ശരിക്കും എടുക്കേണ്ടത്. അവിടെ ചേസിങ്ങിലേക്ക് പോവുകയും ഇത്രയും വലിയ ഗ്രൗണ്ടിൽ ചേസിങ്ങിലേക്ക് പോവുകയും ഓൾറെഡി രാജസ്ഥാൻ റോയൽസിന്റെ മത്സരത്തിൽ ബാറ്റിംഗ് എടുത്ത് നല്ലൊരു കഴിഞ്ഞ പഞ്ചാബിനെതിരെ കളിച്ച പോലെ നല്ലൊരു ടോട്ടൽ പടുത്തുയർത്തി ഒരു പ്രഷറിലേക്ക് ഇത്രയും വലിയ ടോട്ടൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീമിന് തീർച്ചയായിട്ടും ഏത് ടീമിനും കുറ്റം പറയാൻ പ്രഷർ ഉണ്ടാവും. അപ്പോൾ ആ പ്രഷറിലേക്ക് തള്ളിവിടാൻ കാരണം സഞ്ജു സാംസൺ തന്നെയാണ്. കാരണം സഞ്ജു സാംസൺ അത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ട കാര്യം. കാരണം ഓൾറെഡി കഴിഞ്ഞ മത്സരം ജയിച്ചു, കഴിഞ്ഞ മത്സരം ഡിഫെൻഡ് ചെയ്ത് ജയിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു വെച്ചാൽ അത് മോശമായി പോയി. അതുപോലെ ബോളർമാരെ യൂസ് ചെയ്ത രീതിയൊക്കെ വളരെ മോശം തന്നെയായിരുന്നു സഞ്ജു സാംസൺ ഇന്ന് കാഴ്ചവെച്ചത്. അതുപോലെ ടീം സെലക്ഷൻ തന്നെ ഇന്ന് വളരെ മോശമായിരുന്നു. ഒറ്റ സ്പിന്നർ മാത്രമായിരുന്നു. ഹസരംഗക്ക് എന്താണെന്ന് അറിയില്ല, അദ്ദേഹത്തിന് പരിക്കാണോ അതോ പിന്നെ തുഷാർ ദേശ്പാണ്ഡിനെയൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ആകാശ് മധുവാലിനെയൊക്കെ എന്തിനാണ് ടീമിൽ എടുത്തു വെച്ചിരിക്കുന്നത് മനസ്സിലായി. കണ്ണാടി ചില്ലിട്ട് വെക്കാനാണോന്ന് അറിയില്ല. ഏതായാലും ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജു സാംസൺ ഇന്ന് വളരെ മോശം. അതുപോലെ ബാറ്റിങ്ങിലാവട്ടെ, അദ്ദേഹം ഒരു ക്യാപ്റ്റനാണ്. അദ്ദേഹം ഇത്രയും ജയ്സ്വാൾ ഔട്ടായി, റാണ ഔട്ടായി, 40 റൺസൊക്കെ എടുത്തു, ശരി തന്നെയാണ്. പക്ഷേ ഒന്നും കൂടി അദ്ദേഹത്തിന് പിടിച്ചവിടെ നിൽക്കായിരുന്നു. ഒന്നുകൂടി പിടിച്ച് നിന്ന് കളിക്കാമായിരുന്നു. ഒരു 50ക്ക് ശേഷം അറ്റാക്കിന് പോയാൽ മതിയായിരുന്നു. ഏതായാലും ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ന് വളരെ മോശം ക്യാപ്റ്റൻസി ആയിരുന്നു സഞ്ജു സാംസന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചതിൽ വളരെയധികം ദുഃഖമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.